പ്രിൻസിപ്പൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു സംഭവമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ എന്താണ് സാറേ സംഭവം? ഇതെന്താണ്? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത്രയും സ്ഥലത്ത് സെറ്റ് ചെയ്യാം, 100 സ്ക്വയർ ഫീറ്റിൽ സെറ്റ് ചെയ്യാവുന്ന ഒരു സിംഗിൾ ഫേസ് കറണ്ടിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക്, ഒരു ലേഡിക്ക് പോലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിൽ മില്ലാണ് ഇത്. ഓക്കെ, ഒരു സ്വയം തൊഴിൽ പദ്ധതികൾ, ഒരു സ്ത്രീകൾക്ക് പോലും വളരെ ചുരുങ്ങിയ ചെലവ് കൊണ്ട് ചെയ്യാൻ പറ്റിയ സ്വയം തൊഴിൽ പദ്ധതിയാണിത്. ചെറിയൊരു ഓയിൽ മില്ല് നോക്കി, നമ്മുടെ വീട്ടിലൊക്കെ ഇരിക്കുന്ന ചെറിയൊരു മിക്സർ ഗ്രൈൻഡറിന് അത്രയും സ്ഥലം മാത്രം എടുത്തിട്ടുള്ള ഒരു ഓയിൽ മില്ല് അല്ലേ? എന്ത് വിലയാണ് നമുക്ക് ഈ ഒരു ഓയിൽ മില്ല് നമുക്ക് വരുന്നത്? സെറ്റ് ചെയ്യാനായിട്ട് 3 ലക്ഷം പ്ലസ് GST ആണ് ഇതിന്റെ വില. 3 ലക്ഷം പ്ലസ് GST ആണ് വില. നമ്മളത് സെറ്റ് ചെയ്ത് തരും, അതിന്റെ അക്സസറീസും സ്റ്റാൻഡുകളും മെഷീനറീസും എല്ലാം ഉൾപ്പെടും. ഓക്കെ, ഈ കമ്പനിയുടെ പേരെന്താണ്? പ്യുവർ ഓയിൽ സ്റ്റേഷൻ. പ്യുവർ ഓയിൽ സ്റ്റേഷൻ ആണോ നമ്മുടെ ഈ ഒരു കമ്പനിയുടെ പേര്. ഏകദേശം 3 ലക്ഷം പ്ലസ് GST ആണ്. ഇത് ഒരൊറ്റ ടൈപ്പ് മെഷീനാണ് നിങ്ങളുടെ കയ്യിലുള്ളൂ? പല സൈസുകളുണ്ട്, പല സൈസ് ഉണ്ട്. ഏറ്റവും സ്റ്റാർട്ടിങ് എത്രയാണ്? സ്റ്റാർട്ടിങ് ഇതാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.5 HP പവർ സിംഗിൾ ഫേസിൽ വർക്ക് ചെയ്യാൻ നാനോ യൂണിറ്റിൽ പെടുന്ന ഒരു യൂണിറ്റ് ആണ്. ഇതിന്റെ വലിയ യൂണിറ്റുകളാണെങ്കിൽ പിന്നെ ലൈസൻസ് ഒക്കെ മാറി പോകും. ലൈസൻസ് വേണം. അപ്പൊ ഇത് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി നമുക്ക് ലൈസൻസിന്റെ ആവശ്യമുണ്ട്. ഇത് വീട്ടിലേക്ക് ആവശ്യമില്ല. അപ്പൊ വീട്ടിൽ നമുക്ക് കിട്ടുന്ന KSEB കറണ്ട് വെച്ച് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇത് നല്ലൊരു സ്വയം തൊഴിലാണ്. 3 ലക്ഷം നിങ്ങൾ മുടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു വെളിച്ചെണ്ണ മില്ലോ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് വീട്ടിൽ കൊപ്രണമൊക്കെ ചെയ്യാൻ പറ്റും. മാത്രമല്ല മറ്റ് എള്ളെണ്ണ എടുക്കാം, കടലം, കപ്പലണ്ടി, സൂര്യകാന്തി, ആൽമണ്ട്, ഇതെല്ലാം എടുക്കാം. എല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും അല്ലേ? ഓക്കെ, അപ്പൊ ഇതാണ് സംഭവം. അപ്പൊ ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഈ പറയുന്ന പോലെ വീഡിയോന്റെ അണ്ടറിൽ സ്ക്രോൾ ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു എക്സിബിഷനാണ് നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കുന്നത്. കേരള മെഷീനറി എക്സ്പോ 2022. അത് ഇപ്പോൾ എറണാകുളത്ത് കലൂര് ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൻ്റെ തൊട്ട് അടുത്ത് തന്നെ, അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള ഗ്രൗണ്ടിലാണ് എക്സ്പോ ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഒരുപാട് പുതിയ മെഷീനറീസും അല്ലെങ്കിൽ ഇപ്പോൾ പുതിയൊരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ സംരംഭം, ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്ന കൂട്ടുകാർക്ക് ഒരുപാട് സംഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു എക്സ്പോ ആണ് ഈ 2022 എക്സ്പോ. വളരെ തുച്ഛമായ മുതൽ മുടക്കിലൂടെ നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും പുതിയൊരു സംരംഭം തുടങ്ങാനും ഒക്കെയുള്ള അവസരം നമ്മുടെ ഒരു സർക്കാരും അതുപോലെ തന്നെ ഈ ഒരു എക്സ്പോൻ്റെ ഭാരവാഹികളും നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് അത് ഉപകാരപ്രദമാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ പറയുന്നത് ഇന്നത്തെ കാലഘട്ടം നിങ്ങൾക്ക് അറിയാലോ, ഈ കൊറോണയും ഒമിക്രോണൊക്കെ വന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന പോലെ എല്ലാവർക്കും തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വന്തമായിട്ടൊരു സംരംഭം അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുക എന്നുള്ളതായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഏറ്റവും നല്ലൊരു ആവശ്യം അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു തീരുമാനം. അപ്പോൾ അങ്ങനെ ആ ഒരു ചിന്തയിൽ നടക്കുന്ന ആളുകൾക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു വീഡിയോ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞാൻ കൂടുതൽ ഇങ്ങനെ പറയുന്നില്ല, നേരെ എക്സ്പോൻ്റെ കാഴ്ചകളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാം. വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് ഒരുപാട് ആളുകളിലേക്ക് എത്തേണ്ട ഒരു വീഡിയോ ആണ്. കാര്യം ഒരുപാട് ആളുകൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ ചിലപ്പോൾ ഒരു പുതുജീവൻ ചിലപ്പോൾ അവർക്ക് കിട്ടിയേക്കാം. അപ്പോൾ ഞാൻ സാധാരണക്കാർക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവർക്ക് പറ്റുന്ന വീഡിയോസ് മാത്രമാണ് എൻ്റെ ചാനലിലൂടെ ഞാൻ മുന്നോട്ട് വെക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ നാട്ടിൽ ഇനി ഏറ്റവും അധികം സാധ്യത ഉള്ള ഒരു ബിസിനസ്സാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. നാട്ടിൽ ഇനി പ്ലാസ്റ്റിക് ബാഗും കാര്യങ്ങളൊന്നും ഇനി കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ എങ്ങും ഇനി ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുവാണ്. ഇനി നമുക്ക് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പേപ്പർ ബാഗുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് എല്ലാ ഇൻഡസ്ട്രിയിലും നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരു സംഭവം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പോൾ പണ്ടത്തെ 50 പൈസ പ്ലാസ്റ്റിക് കിറ്റൊക്കെ പോയെന്നേ, ഇപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള സംഭവങ്ങളാണ് എല്ലാ ഹോട്ടലിലും ഈ പറയുന്ന പോലെ കടകളിലും ബേക്കറിയിലും എല്ലാം അവർ യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെയുള്ള പല അളവിലുള്ള പേപ്പർ കവറുകളൊക്കെ ഉണ്ടാക്കുന്ന യൂണിറ്റാണ് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. നമസ്കാരം, നിങ്ങളുടെ ഇതിൻ്റെ പേരെന്താണ് സംരംഭത്തിൻ്റെ? യൂണിക് ഫ്ലൂയിഡ് കൺട്രോൾ. എവിടെയാണ് സ്ഥലം? കോയമ്പത്തൂരാണ് അല്ലേ? ഓക്കെ, ഫൈൻ. അപ്പോൾ പേപ്പർ ബാഗുകൾ ഉണ്ടാക്കുന്ന മെഷീൻസ് എന്തൊക്കെയാണുള്ളത് ഒന്ന് നമുക്ക് കാണിച്ചു തന്നാലോ, അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ? ഇത് സ്റ്റാൻഡേർഡ് മോഡൽ മെഷീനാണ്. ഓക്കെ, ഈ മെഷീനിൽ മെഡിക്കൽ കവറിലിരുന്ന് ബേക്കറി കവർ, ഗ്രോസറി കവർ വരെ ചെയ്യാം. ഓക്കെ, മെഡിക്കൽ കവർ ഉൾപ്പെടെ നമുക്ക് ബേക്കറിയിലെ കവർ വരെ നമുക്ക് പേപ്പറിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ? അപ്പൊ ഇതിന്റെ റോ മെറ്റീരിയൽസ് എന്താണ്? റോ മെറ്റീരിയൽ പറയുമ്പോൾ പേപ്പറാണ്. പേപ്പർ റോളുകളാണ്. ഇതാ കാണുന്ന പോലെയുള്ള പേപ്പർ റോളുകളാണോ നമുക്കുള്ളത്. അത് പ്രോസസ്സായിട്ട് ഇതുപോലെ ഈ കൺവേയിൽ കൂടി ഇങ്ങനെ വന്ന് അത് ഇതുപോലെ മടങ്ങി ഫോൾഡ് ആയിട്ട് അത് ഒരു ഇതാവും. ഒരു പേപ്പർ റോൾ എന്ത് കോസ്റ്റ് വരും? അപ്പോൾ നമുക്ക് ഒരു പേപ്പർ റോൾ അല്ല, 1 കിലോ റോ മെറ്റീരിയൽ മിനിമം 44 rupees, 45 രൂപ 1 കിലോ. അപ്പോൾ 1 കിലോ കൊണ്ട് എത്ര ചെറിയ ബാഗുകൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും മിനിമം? കവർ GSM കവർ സൈസ് അനുസരിച്ച് വേറെ ക്വാണ്ടിറ്റി വരും ആണല്ലേ? അപ്പോൾ ആദ്യം ഏറ്റവും ചെറിയ സൈസാണ് 6x9 സെന്റിമീറ്റർ ആണ്. 6 സെന്റിമീറ്റർ വീതിയാണ്, 9 സെന്റിമീറ്റർ ലെങ്ത് ആണ്. മെഡിക്കൽ സ്റ്റോറിൽ
ഒരു വേളയ്ക്ക് മോർണിംഗ് മാത്രം ടേബ്ലറ്റ് വേണമെങ്കിൽ ചെറിയ കവർ ഏറ്റവും ചെറിയ കവറിലാണ് കൊടുക്കാം അത് ഏറ്റവും ചെറിയ കവർ ആകുമ്പോൾ 1 കിലോയിൽ 600 കവർ എടുക്കാം 600 കവർ എടുക്കാം 44 ഓക്കെ. അപ്പൊ നമുക്ക് ഈ ഒരു മെഷീൻ വാങ്ങിക്കാനായിട്ട് എന്ത് വിലയാണ് നമുക്ക് വരുന്നത്? 4.5 ലക്ഷം 4.5 ലക്ഷം രൂപയാണ് വരുന്നത്. നമുക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഗവൺമെന്റ് സാങ്ഷൻസോ കാര്യങ്ങളോ വേണോ ഇൻഡസ്ട്രിയിൽ? ആവശ്യമില്ല. ഇത് ഏത് സിംഗിൾ ഫേസ് ആണോ 3 ഫേസിലാണോ പ്രവർത്തിക്കുന്നത്? സിംഗിൾ ഫേസിൽ നമുക്ക് റൺ ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു ഇനി നിങ്ങൾക്ക് സാധ്യതയുള്ള മറ്റൊരു ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ്. ആരും ചെയ്യാത്ത യൂണീക്ക് ആയിട്ടുള്ള ബിസിനസ്സാണ്. നിങ്ങൾക്ക് കച്ചവടം, വിപണി എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഈ പറയുന്ന പോലെ ഏത് കടയിൽ കൊണ്ടു കൊടുത്താലും അവർ മേടിക്കും, ഏത് മെഡിക്കൽ സ്റ്റോറിൽ കൊണ്ടു കൊടുത്താൽ അവർ മേടിക്കും. എല്ലായിടത്തും ഈ പറയുന്ന ഹോട്ടലിലും എല്ലാ സ്ഥലത്തും മാർക്കറ്റിൽ വരെ ഈ സംഭവമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ളവർ വാങ്ങിക്കുക. ഇവരുടെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നിങ്ങളുടെ യൂണീക്ക് ഫ്ലൂയിഡ് കൺട്രോൾസ് അല്ലേ? ഓക്കെ ഫൈൻ. കോയമ്പത്തൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. 4 ലക്ഷം രൂപയാണ് അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഈ പറയുന്ന പോലെ സ്വയം തൊഴിൽ കണ്ടെത്തുന്ന പല ഫണ്ടുകൾ, ലോണുകളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അതുപോലെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ സ്കീമുകളുണ്ട്. ഇപ്പോൾ നമുക്ക് പ്രധാനമന്ത്രിയുടെ മുദ്രാ ലോണൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ഒരു 4 ലക്ഷം രൂപയൊക്കെ മിനിമം ഒരു 4000 രൂപയൊക്കെ അടവ് മാസം വരുള്ളൂ. ഇങ്ങനെയുള്ള ഒരു സംഭവം വാങ്ങിച്ച് വീട്ടിലിടാം. അപ്പോൾ അടുത്ത മെഷീൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കാണിച്ചതാ. അടുത്ത ഏതാണ് നമുക്ക് വരുന്നത്? ഇത് ബാക്ക് ടു ബാക്ക് പ്രിന്റിംഗ് മെഷീനാണ്. ബാക്ക് ടു ബാക്ക് പ്രിന്റിംഗ് മെഷീൻ അല്ലേ? ഓക്കെ. ഉണ്ടാക്കണം ഇതുപോലെ തന്നെ വലിയ കവർ ഉണ്ടാക്കണം, പിന്നെ പ്രിന്റിംഗ് ചെയ്യുന്ന മെഷീനാണ്. ഓക്കെ, അതായത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു ബാഗ് ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് പ്രിന്റ് ചെയ്ത് കണ്ട ഇതേപോലെയുള്ള പ്രിന്റിങ്ങുകൾ ചെയ്യാൻ സാധിക്കും. മൾട്ടി കളർ ആണോ പ്രിന്റിംഗ്? ഇത് സിംഗിൾ കളർ പ്രിന്റിംഗ് ആണ്. മൾട്ടി കളർ വേണമെങ്കിൽ ചെയ്യാൻ സാധിക്കും. സിംഗിൾ കളർ, ഡബിൾ കളർ, 4 കളർ. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന പോലെ ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പോ യൂണീക്ക് ആയിട്ടുള്ള ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബിസ്മി എന്ന് പറയുന്ന ഒരു കടയുടെ ചെയ്യണമെങ്കിൽ ആ ബിസ്മിയുടെ ലോഗോ ഉൾപ്പെടെ നിങ്ങൾക്ക് പ്രിന്റ് അത് ബാഗ് ഉണ്ടാക്കി ഇതിൽ പ്രിന്റ് ചെയ്തെടുക്കാനായിട്ട് മെഷീനിലെ കൂടെ പ്രിന്റിംഗ് യൂണിറ്റ് ആഡ് ചെയ്യാം. മെഷീനിലെ കൂടെ ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് കുറച്ചും കൂടി ഒരു ഇതായിരിക്കും അല്ലേ? മെഷീനിലെ കൂടെ വരുമ്പോൾ 1 മണിക്കൂർക്ക് ഏത് പ്രൊഡക്ഷൻ വരുന്നത് 10,000 കവർ എടുക്കുമ്പോൾ 10,000 കവർ മുഴുക്ക പ്രിന്റ് ആയിട്ട് വരും. ഇത് മെഷീൻ ആകുമ്പോൾ പേപ്പർ ബാഗ് മെഷീൻ, നാനോ ഓൺ ബാഗ്, പേപ്പർ ബാഗ്, നാനോ ഓൺ ബാഗ്, കോട്ടൺ ബാഗ് ഇതെല്ലാം പ്രിന്റിംഗ് ചെയ്യുന്ന മെഷീനാണ്. പ്രിന്റിംഗ് മാത്രം ഓരോ ബാഗ് ആയിട്ട് മാനുവൽ ആയിട്ട് ഫീഡ് ചെയ്യാം. ഓക്കെ ഫൈൻ. 1 മണിക്കൂർക്ക് ഇതാണ് പ്രിന്റിംഗ് കപ്പാസിറ്റി 1500. 1 മണിക്കൂറിൽ 1500 പ്രിന്റുകൾ അടിച്ചു വരുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ വില എങ്ങനെയാണ് നമുക്ക് ഈ പ്രിന്റിംഗ് മെഷീൻ? സിംഗിൾ കളർ പ്രിന്റെങ്കിൽ 2 lakh ആണ്. സിംഗിൾ കളറിന് 2 ലക്ഷം. മൾട്ടി കളറിന് ഡബിൾ കളറിന് വരുമ്പോൾ അത് 2,80,000. 2,80,000 രൂപയാണ്. 80,000 രൂപ വ്യത്യാസമുള്ളൂ മൾട്ടി കളർ. അപ്പോൾ യുവാക്കൾക്കും ഈ പറയുന്ന പോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ തുടങ്ങാൻ പറ്റിയ ഏറ്റവും ഒരു നല്ലൊരു ബിസിനസ് നമ്മളിപ്പോൾ പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇവരെ കോൺടാക്ട് ചെയ്യുക. ഇവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ അടുത്ത സ്റ്റാളിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ചേട്ടാ, എന്താണ് സംഭവം? നിങ്ങളുടെ ഈ സാധനം എന്താണ്? സെന്റ് തോമസ് എഞ്ചിനീയറിംഗ് വർക്ക്സ് ആണ് ഞങ്ങളുടെ കമ്പനിയുടെ. ഓക്കെ, എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ്. കോട്ടയത്താണ്. ഓക്കെ. ഞങ്ങളുടെ കമ്പനി വന്ന് കുറിച്ചിയിൽ. കോട്ടയത്തിനും ചങ്ങനാശ്ശേരിക്കും ഇടയ്ക്കുള്ള സ്ഥലമാണ്. ഞങ്ങൾ ഫ്ലവർ മിൽ മിഷനറി മാനുഫാക്ചേഴ്സ് ആണ്. ഫ്ലവർ മില്ലിനെ സംബന്ധിച്ച് നമുക്ക് സിംഗിൾ ഫേസ് വർക്ക് ചെയ്യുന്ന പൾവറൈസറുകളെ, 3 ഫേസ് വർക്ക് ചെയ്യുന്ന പൾവറൈസറുകളെ, അരി ആട്ടുന്ന വെറ്റ് ഗ്രൈൻഡർ, ഇത് നമുക്ക് ചെരിച്ച് ടിൽറ്റ് ചെയ്തെടുക്കാവുന്ന മോഡലാണ്. എണ്ണ എടുക്കുന്ന എക്സ്പെല്ലറെ, അതിന് വേണ്ട നമുക്ക് ഡ്രയറുകളെ, അതുപോലെ തന്നെ ഉരുളി റോസ്റ്ററുകളെ, ഇതെല്ലാം നമ്മൾ മാനുഫാക്ചർ ചെയ്ത് സപ്ലൈ ചെയ്യുന്നതാണ്. ഇതൊരു പുതിയ മോഡൽ ഡ്രയറാണ്. ഇത് 800 വാട്ട്സേ ഉള്ളൂ. ഇത് 304 ഗ്രേഡിലുള്ള ഒരു സ്റ്റീൽ ചെയ്തിരിക്കുന്നതാണ്. ഇത് ഏത് സാധനവും നമുക്ക് ഉണക്കിയെടുക്കാം. ഈ കോക്കനട്ട്, ചക്ക, അങ്ങനെയുള്ള ഏത് സാധനവും സമുദ്രങ്ങൾ ഏതും നമുക്ക് ഉണങ്ങിയെടുക്കാം. അതായത് നാളികേരം, ചക്ക, കപ്പ, മീൻ ഉൾപ്പെടെ സുഗന്ധവ്യഞ്ജനങ്ങൾ, പഴങ്ങൾ എല്ലാം നമുക്ക് ഈ ഒരു മെഷീൻ വെച്ച് നമുക്ക് ഉണക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഇലക്ട്രിക് ആണ്. ഓക്കെ. അപ്പൊ എന്ത് വിലയാണ് ഈ മെഷീൻ? എന്ത് വിലയാണ് വരുന്നത്? 80,000 രൂപയിൽ സ്റ്റാർട്ട് ചെയ്യും. 1 മണിക്കൂർ പ്രവർത്തിപ്പിക്കാനായിട്ട് എന്ത് ചെലവ് നമുക്ക് പ്രതീക്ഷിക്കാം? 1 യൂണിറ്റ് കറണ്ട് ആവും. 1 മണിക്കൂർ പ്രവർത്തിക്കാൻ 1/2 യൂണിറ്റ് കറണ്ട് അല്ലേ? 3 ഫേസ് കണക്ഷൻ വേണോ നമുക്ക്? സിംഗിൾ ഫേസിൽ ഓടും. ഓക്കെ, അപ്പൊ നല്ലൊരു മെഷീനാണ്. നമുക്ക് ഇതെല്ലാം വീടുകളിൽ വെച്ച് പ്രവർത്തിപ്പിക്കാവുന്ന രീതിയിലുള്ള മെഷീനുകളാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. ഇതെല്ലാം സിംഗിൾ ഫേസ്, ഇവിടെ ഇരിക്കുന്ന എല്ലാം സിംഗിൾ ഫേസ് ആണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. സിപ്പപ്പിന്റെ കവർ ഉണ്ടാക്കണ മെഷീൻ ആണോ നിങ്ങൾ കണ്ടില്ലേ? കണ്ടോ, ഇതേപോലെ സിപ്പപ്പ്, ചോക്കോബാർ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ മെഷീൻ ഉപയോഗിച്ചാണ് നമുക്ക് പ്രിന്റിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ പല രീതിയിലുള്ള ഈ പറയുന്ന പോലെ കറി പൗഡറും കാര്യങ്ങളൊക്കെ പ്രിന്റ് ചെയ്യാനുള്ള മറ്റൊരു മെഷീൻ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാലും ഈ പറയുന്ന പോലെ പലതരം പാക്കിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പറയുന്ന പോലെ ചെയ്യുന്ന മെഷീനുകളൊക്കെ ഉണ്ട്. കറി പൗഡറും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യുന്ന ഒരു യൂണിറ്റ് മെഷീനാണ് ഇരിക്കുന്നത്. കറി പൗഡറുകളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള യൂണിറ്റുകളാണ് ഇത്. കുപ്പിയിൽ നമുക്ക് ബോട്ടിലിങ് കണ്ടോ, ലേബലിങ്, ബോട്ടിലിങ് കാര്യങ്ങളൊക്കെ കുപ്പിയിൽ ചെയ്യുന്ന മെഷീനാണ്.
ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തതും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ലേഡീസിനൊക്കെ ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കിഡിലൻ മെഷീനറിയാണ്. ഈ പറയുന്ന പോലെയുള്ള പല രീതിയിലുള്ള പ്രിൻറ്റിങ്ങുകൾ നിങ്ങളിപ്പോൾ ഒരു തയ്യക്കടയോ അല്ലെങ്കിൽ ഒരു തയ്യൽ യൂണിറ്റോ ഒക്കെ നടത്തുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു യൂണിറ്റിന് കുറച്ചും കൂടി ഒരു മേന്മ കൂട്ടാനായിട്ട് പലതരം എംബ്രോയിഡറി വർക്കുകൾ ചെയ്യുന്ന, ഡിജിറ്റൽ എംബ്രോയിഡറി വർക്കുകൾ ചെയ്യുന്ന ഒരു മെഷീനാണ് നിങ്ങളെ കാണിക്കുന്നത്. കണ്ടോ, ഈ കാണുന്ന എംബ്രോയിഡറി വർക്കുകളെല്ലാം ഈ ഒരു മെഷീനിലാണ് കേട്ടോ ചെയ്യുന്നത്. കണ്ടോ, നല്ല ഒരു കിഡിലൻ മെഷീനാണ്. മെഷീൻ എത്രയാണ്, എങ്ങനെയാണ് വില, എങ്ങനെയാണ് വരുന്നത്? ഇതിന് 4,65,000 ഇതിന്റെ വില വരുന്നത്. 4,65,000 രൂപയാണ് മെഷീന് വില വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ മെഷീൻ്റെ പേര്, എങ്ങനെയാണ്? ഇത് HSW എംബ്രോയിഡറി മെഷീനാണ്. HSW എംബ്രോയിഡറി മെഷീൻ അല്ലേ? ഓക്കെ, ഫൈൻ. സൂററ്റിലാണ് ഇതിന്റെ വരുന്നത്. സൂരത്തിൽ അല്ലേ? ഓക്കെ. നമ്മൾ ഇതിന്റെ മാനുഫാക്ചറിങ് ഇത് ചൈനയാണ്. ഓക്കെ. ആ, അപ്പോൾ നൂലുകൾ ഇവിടെ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കും അല്ലേ, സൂരത്ത് ബേസ് ആയിട്ടുള്ള. അപ്പോൾ ഇപ്പം അത് പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സിംഹത്തെ, ഒരു പുലിയുടെ തലയാണ് കേട്ടോ. അപ്പോൾ ആ പുലിയുടെ തല പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിവിടെ കാണിക്കുന്നുണ്ട് സ്ക്രീനിൽ. കണ്ടോ, ഈ കാണുന്നതാണ് നമുക്ക് ഇത് വന്നിട്ടുള്ളത്. കണ്ടോ, ആ പുലിയുടെ തലയാണ് പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ എവിടെയൊക്കെ സൂചി ഓടുന്നുണ്ടോ അതെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ അതിൽ. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഫീഡ് ചെയ്യുന്നത്, ഈ പുലിയുടെ തല? ഇത് നമുക്കിത് ഓൾറെഡി ഇതിലുള്ള ഡിസൈനാണ്. അല്ലാതെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പാറ്റേണോ ഡിസൈനോ കൊടുക്കണമെങ്കിൽ നമുക്കൊരു കമ്പ്യൂട്ടറിന്റെ ലാപ്ടോപ്പിന്റെ സഹായം വേണം. അതിൽ സ്കാൻ ചെയ്തെടുത്തിട്ട് നമ്മളത് കൺവേർട്ട് ചെയ്യും. അത് നമ്മളൊരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടുകൂടിയാണ് കൺവേർട്ട് ചെയ്യുന്നത്. കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് USB അല്ലെങ്കിൽ പെൻ ഡ്രൈവിലാക്കി ഇതിൽ ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, വളരെ സിമ്പിൾ ആണത്, വളരെ സിമ്പിളാണ്. ഇവരൊരു സോഫ്റ്റ്വെയർ ഇതിനൊപ്പം തരും. അപ്പോൾ നമ്മുടെ പടം എന്താണോ നമ്മൾ ഡിസൈൻ വേണ്ടത് അത് നമ്മൾ സ്കാൻ ചെയ്ത് ആ സോഫ്റ്റ്വെയറിൽ ഇതിലേക്ക് ആക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് ഈ മെഷീനിലേക്ക് ഒന്ന് കോപ്പി ചെയ്താൽ മാത്രം മതി. ഏത് രീതിയിലുള്ള പ്രിന്റുകൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം നിങ്ങൾ ഈ പറയുന്ന പോലെ പ്ലെയിൻ സാരിയൊക്കെ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെയുള്ള കിഡിലൻ ഡിസൈനുകൾ പ്രിന്റ് ചെയ്തിട്ട് നിങ്ങളുടേതായിട്ടുള്ള ബ്രാൻഡിങ്ങിൽ നിങ്ങൾക്ക് സാരിയൊക്കെ നിങ്ങൾക്ക് വിൽപ്പന നടത്താനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അപ്പാറൽ മെഷീനറി സൊല്യൂഷൻസ് എന്നാണ് നമുക്ക് ഇതിൻ്റെ പേര് കേട്ടോ. അപ്പോൾ കോഴിക്കോട് ഓഫീസ് ഉണ്ടല്ലേ? അപ്പോൾ അരൂർ ഓഫീസ് ഉണ്ട്. അപ്പോൾ നോക്കിയാൽ സാധാരണ ഒരു തുണി അവർ എടുത്തിട്ട് ഈ പറയുന്ന പോലെ ആ ഒരു നെക്കിൻ്റെ പോർഷനിലുള്ള ഡിസൈൻ വർക്ക് അവർ ചെയ്തെടുത്തിട്ടുള്ളതുണ്ടോ. നല്ലൊരു കിഡിലൊരു ചുരിദാറായില്ലേ. പിന്നെ അതുപോലെ തന്നെ ലെതറിൽ പ്രിന്റ് ചെയ്യാൻ സാധിക്കും. കണ്ടോ, പിന്നെ നെറ്റിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കണ്ടോ ബോഡി വർക്ക്, ഹോർഡിംഗ് വർക്ക് അല്ലേ, ചുരിദാറിൻ്റെയും സാരിയുടെയൊക്കെ ഇതുപോലെയുള്ള ഹോർഡിംഗ് വർക്കുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും അല്ലേ. ബീഡ്സ് വെച്ചിട്ട് ഉള്ള വർക്കുകൾ പോലും അവർ ചെയ്തിട്ടുണ്ട്. ടീഷർട്ടിൽ, ഡ്രസ്സിൽ, അങ്ങനെ പല സംഭവങ്ങളിലും അവർ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന പോലെ വ്യത്യസ്തമായിട്ടുള്ള കണ്ടോ ഇങ്ങനെയുള്ള. ഇതെന്ത് പേപ്പറിലാണ് ചെയ്തിട്ടുള്ളത്, എന്ത് ക്ലോത്തിലാണ്? ക്യാ ഹേ ക്ലോത്ത്, ക്യാ ഹേ? പേപ്പർ റോൾ. പേപ്പർ റോളേ? ഓ, പേപ്പർ റോളിൽ അവർ ചെയ്തിട്ടുള്ള വർക്കുകളാണ് കേട്ടോ. അപ്പോൾ 3 लाख रुपीस है ना आपका इसका? 4,65,000 इंक्लूडिंग GST के साथ. 4,55,000 इंक्लूड 65,000. ഓക്കെ, അപ്പോൾ നല്ലൊരു സംരംഭം, വളരെ നല്ലൊരു സംരംഭം. അപ്പോൾ അടുത്ത പവലിയുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. എന്താണ് സാറേ സംഭവം, എന്താണ് ഇത്? നമ്മളുടെ വെളിച്ചെണ്ണ ആട്ടുന്ന മെഷീനാണ്. വെളിച്ചെണ്ണ ആട്ടുന്ന മറ്റൊരു മെഷീൻ മാത്രമല്ല, കടലെണ്ണ, എള്ളെണ്ണ, ബാദാമെണ്ണ, സൺഫ്ലവർ എണ്ണ, കളഞ്ചിരെണ്ണ, വേപ്പെണ്ണ, എന്തെങ്കിലും ആട്ടാൻ പറ്റും. ഓ, എത്ര വില വരും ഇതിന്? എത്ര രൂപ ചെലവ് വരും നമുക്ക് ഈ ഒരു മെഷീൻ വാങ്ങിക്കാനായിട്ട്? ഈ ഒരു കാണുന്ന മെഷീൻ നമ്മുടെ 7 മോഡലുണ്ട് സാർ. സ്റ്റാർട്ടിംഗ് എത്രയാണ്? സ്റ്റാർട്ടിംഗ് 2 കിലോ കപ്പാസിറ്റി മുതൽ 20 കിലോ കപ്പാസിറ്റി ഉണ്ട്. സ്റ്റാർട്ടിംഗ് പ്രൈസ് 20,000 ആണ്. 20,000 രൂപ? 20,000 രൂപ അത്രയുള്ള സ്റ്റാർട്ടിംഗ് പ്രൈസ്. 20,000 വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റാണ്. ഇത് 3 ഫേസ് കറണ്ട് വേണോ ഇത് ഉപയോഗിക്കാനായിട്ട്? സിംഗിൾ ഫേസ് മതി. ഓക്കെ, അപ്പോൾ 20,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഒരു വെളിച്ചെണ്ണ മില്ല് നമുക്ക് തുടങ്ങാനായിട്ട് സാധിക്കും. ഇത് എത്ര HP മോട്ടറാണ് ഇത് വർക്ക് ചെയ്യുന്നത്? നമ്മളുടെ ഹാഫ് HP 3 HP ഉണ്ട് സാർ. ഹാഫ് HP, അര HP തൊട്ട് 3 HP വരെയുള്ള വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയ ഈ പറയുന്ന സംഭവങ്ങളുണ്ട് അല്ലേ. വീട്ടിലൊരു ലേഡിക്കൊക്കെ ഒരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ അതിൻ്റെ മറ്റൊരു മോഡൽ ഇവിടെ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നത് അവരുടെ മറ്റൊരു മോഡലാണ്. കണ്ടോ, ഈ മോഡൽ എന്താണ്, എത്രയാണ് വില, എത്രയാണ്? ഇത് 2 HP ആണ്. 2 HP ആണ്. 1,60,000. ഓ, 2 HPക്ക് 1,60,60,000 രൂപ. മണിക്കൂർ 15 കിലോ കപ്പാസിറ്റി. ഓക്കെ, 15 കിലോ ഒരു മണിക്കൂറിലാട്ടും. അത് നമ്മുടെ അര HPയോ 20,000-ൻ്റെയോ? ഇതാണ് ഇതാണല്ലേ 20,000-ൻ്റെ. ഓക്കെ, 2 കിലോ കപ്പാസിറ്റി. ഓ, ഒരു മണിക്കൂറിൽ 2 കിലോ ആണ് കേട്ടോ ഈ ഇരിക്കുന്ന മെഷീൻ നമുക്ക് ആടുന്നത്. ഈ പറയുന്ന ഈ മെഷീനാണ് 20,000 രൂപയ്ക്ക് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പല ടൈപ്പ് ഉണ്ടല്ലേ? അതോ ഇത് 8 kg കപ്പാസിറ്റി. ഇത് 8 കിലോ ഒരു മണിക്കൂറിൽ ആട്ടിയെടുക്കും. അപ്പോൾ എന്താണ് ഇതിന്റെ വില, എങ്ങനെയാണ്? 72,000. 72 അല്ലേ, 72,000 രൂപ. അതോ
അത് അതോടെ അതും സെയിം അല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങളുടെ കമ്പനിയുടെ പേര് എവിടെയാണ് നിങ്ങൾ ഓപ്പറേഷൻ? എഞ്ചിനീയറിംഗ്. എവിടെ? ഹാൻഡിത്തിങ് എഞ്ചിനീയറിംഗ് ആണല്ലേ? കോയമ്പത്തൂരാണ്. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റാളിലുള്ളത് സോളാർ വാട്ടർ ഹീറ്റർ ആണ്. അതായത് സൂര്യപ്രകാശം യൂസ് ചെയ്തിട്ട് നമുക്ക് എത്ര ലിറ്റർ വെള്ളം വേണമെങ്കിലും നമുക്ക് തിളപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. പല വീടുകളിലും പല വലിയ വീടുകളിലാണ് ഇത് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിന്റെ യൂണിറ്റ് ആണുള്ളത്. നമസ്കാരം, ഇതിന്റെ പേരെന്താണ്? ഹൈക്കോൺ അല്ലേ? ഓക്കെ, ഫൈൻ. ഇതിന്റെ വില എന്ത് വരും? ഏറ്റവും സ്റ്റാർട്ടിങ് എത്രയാണ് വില? നമുക്ക് സ്റ്റാർട്ടിംഗ് 19,000 ആണ് റേറ്റ് വരുന്നത്. 19,000 രൂപ വരുന്നുള്ളൂ അല്ലേ? എത്ര വർഷം ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്? 5 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട്. ഓക്കെ, ഫൈൻ. എത്ര ലിറ്റർ? പ്രീമിയം മോഡലാണ്. 130 എന്ന് പറയുന്നത്. എത്ര ലിറ്റർ വെള്ളം നമുക്ക് തിളപ്പിച്ചെടുക്കാൻ സാധിക്കും ഇതിൽ? ഇതിപ്പോൾ നമുക്ക് 130 ലിറ്റർ വെള്ളം നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നു. 130 ലിറ്റർ വെള്ളം തിളപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും അല്ലേ? അപ്പോൾ ഈ പറയുന്ന പോലെ ഹോട്ടലുകൾക്കും ലോഡ്ജുകൾക്കും ഹോസ്പിറ്റലുകൾക്ക് വീടുകൾക്ക് പോലും പറ്റും. അപ്പോൾ ഇതിന് ഏറ്റവും കുറഞ്ഞത് എത്ര ഇതിന്റെയാണ്? 100 ലിറ്ററിന്റെയാണ്. 100 ലിറ്ററിന്റെ അല്ലേ? 100 19,000 രൂപയാണ് ഇപ്പോൾ വരുന്നത്. എക്സിബിഷൻ റേറ്റ് ആണ് ഇപ്പോൾ നമ്മൾ. അപ്പോൾ ഇതിനോ? ഇതിന് 22,500. ചെറിയൊരു വില വ്യത്യാസം മാത്രമേ ഉള്ളൂ. സ്റ്റീലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നേരെ വീട്ടിൽ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി അല്ലേ? അപ്പോൾ ഈ കാണുന്നത് എന്താണ്? അത് നമ്മുടെ സോളാർ ഇൻവെർട്ടർ ആണ്. സോളാർ ഇൻവെർട്ടർ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ സോളാറും ചെയ്യുന്നുണ്ട്? അതെ. എത്ര കോസ്റ്റിലാണ് നിങ്ങൾ വീട്ടിലേക്കൊക്കെ സോളാർ ചെയ്യുന്നത്? നമുക്കിപ്പോൾ 40,000 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 40,000 രൂപയ്ക്ക് ഇൻവെർട്ടർ ഉണ്ട്, ബാറ്ററി ഉണ്ട്, പാനലുണ്ട്. ആണല്ലേ? ഇപ്പോൾ ഒരു കോംബോ ഓഫറായിട്ടാണ് കമ്പനികൾ ചെയ്യുന്നത്. കോംബോ ഓഫർ 40,000 രൂപ. അപ്പോൾ അതുകൊണ്ട് എത്ര ടി വി, ഫ്രിഡ്ജ്, ഫാനൊക്കെ പ്രവർത്തിക്കാൻ പറ്റും? ഒരു 1 കിലോവാട്ട് ഇൻവെർട്ടർ ആണെങ്കിൽ 800 വാട്ട്സ് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 800 വാട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ മുറിയിലും ലൈറ്റും ഫാനുകൾ, ടി വി വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് 40,000 രൂപയാണ് വരുന്നത്. എത്ര വർഷം ഗ്യാരണ്ടി നിങ്ങൾ ഈ ഒരു സംഭവത്തിന് കൊടുക്കുന്നുണ്ട്? ഇൻവെർട്ടർ ആണ് 2 വർഷം ഗ്യാരണ്ടി ഉണ്ട്. ബാറ്ററിക്ക് ലിഥിയം-അയൺ ബാറ്ററിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനാണെങ്കിൽ 5 വർഷം വാറണ്ടി ഉണ്ട്. പാനലിന് 25 വർഷം വാറണ്ടി ഉണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് 3D പ്രിന്റിംഗ് വിപ്ലവം എന്ന് പറഞ്ഞത്. അതായത് ഒരു വീട് ഉൾപ്പെടെ ഇപ്പോൾ എന്താ പറയുക 3Dയിൽ ചെയ്ത കാലഘട്ടമാണ്. വീടുകൾ പോലും ഇപ്പോൾ 3Dയിൽ വിദേശ രാജ്യങ്ങളിലും നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 3D പ്രിന്റിംഗ് ചെയ്യുന്ന ഒരു ചെറിയൊരു യൂണിറ്റാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത്. നിപ്പോ എന്ന് പറയുന്നൊരു കമ്പനിയാണ്. അവർ ചെയ്തു വെച്ചിട്ടുള്ള 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചെയ്തു വെച്ചിട്ടുള്ള ഒരു ചെറിയ പോട്ടും അതുപോലെ തന്നെ ചെറിയ സംഭവങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് ബ്രോ, എത്രയാണ് ഈ ഒരു യൂണിറ്റിന് വില വരുന്നത്? എങ്ങനെയാണ്? നമുക്ക് ഇതിൻ്റെ വില വരുന്നത് ഏകദേശം 1 lakhനകത്ത് വരുന്നുണ്ട്. 1 ലക്ഷം രൂപയിലെ അകത്ത് വില വരുന്നുണ്ട് അല്ലേ? ഓക്കെ, ഫൈൻ. നമുക്ക് ടാക്സും എല്ലാം കൂടി ചേർത്തിട്ടാണ് അത് ആ ഒരു കറക്റ്റ് എമൗണ്ട് പറയുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള റോ മെറ്റീരിയൽസ് നമ്മൾ എവിടെയാണ് ഇട്ട് കൊടുക്കുന്നത്? നമ്മളിത് ബാക്ക് ഭാഗത്താണ്. ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയൊരു വയർ അല്ലേ? ചെറിയൊരു വയർ പോയിട്ടുണ്ട്. ഇത് നമുക്ക് പുറത്തുനിന്ന് ഇവിടെ തന്നെ പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടും. പുറത്തുനിന്ന് മേടിക്കാം, ഓൺലൈനിലും മേടിക്കാം, കിട്ടും. ഇത് സിംഗിൾ ആയിട്ടുള്ള വയറാണ്. അതായത് കളർ മാത്രം സെപ്പറേറ്റ് ആണ്. ഇപ്പം നമ്മളൊരു പ്ലാസ്റ്റിക് ഇത് ചെയ്യുന്നെങ്കിൽ ഇപ്പോൾ ഒരു ഡിസൈൻ ഇതുപോലെ ഒരു ഡിസൈൻ ചെയ്ത് ഇത് ഒറ്റ കളറാണ്. ഇതേ ഒറ്റ കളറുള്ള വയർ നമുക്ക് ആവശ്യം. ഒറ്റ കളർ മൾട്ടി കളറിലുള്ള ഒരു സംഭവമാണെങ്കിലോ? മൾട്ടി കളറിന് അതനുസരിച്ചുള്ള മെഷീൻസ് ആണ്. നമുക്ക് ഇതിൽ സിംഗിൾ കളറാണ് നമുക്ക് ചെയ്യുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ഒരു വയറില്ല, നിങ്ങൾ ഈ കാണുന്ന ഇവിടെ ഒന്ന് വാങ്ങിക്കും, നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു വയറിൽ നിന്നാണ് കേട്ടോ അവർ ഈ പറയുന്ന പോലെ പ്ലാസ്റ്റിക് വയറിൽ നിന്നാണ് അവർ ഈ കാണുന്ന ബോട്ട് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3ds Max, ഓട്ടോകാഡ് പോലെയുള്ള ഓട്ടോഡെസ്കിൻ്റെ സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്തിട്ട് അതിലുണ്ടാക്കിയെടുക്കുന്ന 3D രൂപങ്ങളാണ് അവരിതിലേക്ക് പ്രിൻ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും മിനിമലിസ്റ്റിക് ആയിട്ട് 3Dയുടെ ആ ഒരു സംഭവം കേട്ടോ. 1 ലക്ഷം രൂപയാണ് ഈ ഒരു മെഷീൻ്റെ വില. അപ്പോൾ ചെറിയ ഇതുപോലെയുള്ള കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കി നമുക്ക് ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി വിൽപ്പന നടത്താനൊക്കെ സാധിക്കും. നിസ്സാര ചിലവേ വരുന്നുള്ളൂ. ഈ ഒരു റോള് പ്ലാസ്റ്റിക്കിന് എന്ത് ചിലവ് വരും ബ്രോ? ഏകദേശം 1,500 1500 വരും. അപ്പോൾ ആ ഒരു റോളും കൊണ്ട് എത്ര സാധനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും? നമുക്ക് അത് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. കൃത്യമായി ഡിപ്പെൻസ് അപ്പോൺ സാധനങ്ങളുടെ സൈസ്. യോങ്ങിന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു മെഷീൻ, ഇന്നോവേറ്റീവ് മെഷീനാണ് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അതായത് പെൺകുട്ടികളുടെ സാനിറ്ററി നാപ്കിൻസ് ഡിസ്പോസ് ചെയ്ത് കത്തിച്ച് കളയുന്ന ഒരു മെഷീനാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവർ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലുള്ള പല സ്കൂളുകളും, മലപ്പുറം ഭാഗത്തൊക്കെയുള്ള പല സ്കൂളുകളും, നമുക്ക് കേരളത്തിൽ എല്ലാ ജില്ലയിലും പല സ്കൂളുകളും അവരുടെ ഈ ഒരു മെഷീൻ യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ഇപ്പോൾ എല്ലാ സ്കൂളുകളും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് പെൺകുട്ടികളുടെയൊക്കെ സാനിറ്ററി നാപ്കിൻസ്. അത് ഇപ്പോൾ സ്കൂളുകൾ മാത്രമല്ല, പല പബ്ലിക് സ്ഥലങ്ങളും ഓഫീസുകളും ഒക്കെ. അതെ പെൺകുട്ടികളുടെ ഹോസ്റ്റൽ, അല്ലാതെ മിക്സഡ് സ്കൂളിൽ തന്നെ പെൺകുട്ടികളുടെ. അതെ. അപ്പോൾ ഈ മെഷീന് എന്ത് വിലയാണ് ബ്രോ വരുന്നത്?
ഇത് ഏകദേശം നമുക്ക് 33,000 വരുന്നുണ്ട്. 35,000 രൂപയാണ് വില വരുന്നത്. ഓക്കെ. അപ്പോൾ ഇതിന്റെ മറ്റൊരു മോഡലാണ് ആ കാണുന്നത് അല്ലേ? അത് നാപ്കിൻ വെൻഡിങ് മെഷീനാണ്. നാപ്കിൻ വെൻഡിങ് മെഷീൻ. ഓക്കെ ഫൈൻ. നാപ്കിൻ വെൻഡിങ് മെഷീനാണ്. നമ്മൾ അതായത് കോയിനിട്ട് നാപ്കിൻസ് എടുക്കുന്ന മെഷീനാണ്. നമ്മൾ 1 രൂപ 5 രൂപ 10 രൂപ അങ്ങനെ പല. 1 രൂപയിൽ 10 കോയിൻ, 5ന്റെ 2 കോയിൻ, 10ന്റെ 1 കോയിൻ. ടോട്ടൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 10 രൂപയാണ്. 10 രൂപയാണ്. അപ്പോൾ 1 രൂപയാണെങ്കിൽ 10 കോയിനുകൾ ഇടണം. 5 രൂപയുടെ കയ്യിലുണ്ടെങ്കിൽ 2 കോയിൻ ഇടണം. 10 രൂപയാണെങ്കിൽ ഒരു സിംഗിൾ കോയിൻ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാപ്കിൻ, സാനിറ്ററി നാപ്കിനുകൾ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് പറഞ്ഞ പോലെ മൾട്ടിനാഷണൽ കമ്പനീസ്, MNC-കളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. ഓക്കെ. HLL-ന്റെ മെഷീനാണ് അല്ലേ? ഹിന്ദുസ്ഥാൻ ലാറ്റക്സിന്റെ മെഷീനാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ഒരു സംഭവം. എന്തായാലും ഇവരുടെ ഏറ്റവും ഹൈലൈറ്റ് എനിക്ക് തോന്നി സമൂഹത്തിന് ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരു മെഷീനാണ് ഈ പറയുന്ന പോലെ സാനിറ്ററി നാപ്കിൻസ് ഡിസ്പോസ് ചെയ്യുന്ന ആ ഒരു മെഷീൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഇതും തുച്ഛമായ ഒരു 30,000 രൂപ വിലയിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്കൂളുകൾക്കും കമ്പനികൾക്കൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ള ഒരു മെഷീൻ കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത കൗണ്ടറിൽ ബാർകോഡ് പ്രിന്റിംഗ് മെഷീൻ അല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങളുടെ കമ്പനിയുടെ പേരെന്താണ്? നമ്മുടെ കമ്പനിയുടെ പേര് ബി റൈറ്റ് സൊല്യൂഷൻസ്, കടവന്ത്ര അല്ലേ? എറണാകുളത്ത് തന്നെ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. ഓക്കെ. അപ്പോൾ എത്ര പ്രോഡക്ട്സ് ഉണ്ട് നിങ്ങൾക്ക്? നമ്മൾ ബാർകോഡ് പ്രിന്റിങ്ങിന്റെ ഒരു കാറ്റഗറിയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ ഫൈൻ. സിറ്റിസന്റെ ഒരു ബ്രാൻഡാണ് നമ്മൾ മെയിനായിട്ട് പ്രൊജക്ട് ചെയ്യുന്നത്. എക്കണോമിക്കലായിട്ട് ചെയ്യുകയാണെങ്കിൽ TSCയുടെ ബ്രാൻഡ് ഉണ്ട്. TSC എന്ന് പറയുന്ന ബ്രാൻഡ് ഉണ്ട്. ഏറ്റവും കുറവായിട്ടുള്ള വിലയിൽ നമുക്ക് TSC ഉണ്ട്. 11,000 പ്ലസ് ടാക്സ് ആണ് വരുന്നത്. 13,000 രൂപ പ്ലസ് ടാക്സ് വരും. അപ്പോൾ ഒരു ഏകദേശം ഒരു 13,000 രൂപയിൽ അണ്ടറിൽ നമുക്ക് സംഭവം കിട്ടും അല്ലേ? ഓക്കെ. തന്നെ നമുക്ക് ഒരു ഡിസൈൻ സോഫ്റ്റ്വെയർ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഡാറ്റ ചെയ്യാൻ ചെയ്യാം. അപ്പോൾ ഈ ബാർകോഡ് പ്രിന്റിംഗ് എന്താണെന്ന് അറിയില്ലാത്ത സുഹൃത്തുക്കളോട് ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ ഉദാഹരണം കാണിച്ചു തരാം. ഈ കാണുന്നതാണ് ആ ഒരു ബാർകോഡ് എന്ന് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ മുളക് പൊടി, അതിൻ്റെ വെയിറ്റ് കാര്യങ്ങൾ എല്ലാം ഇൻക്ലൂഡിങ് ബാർകോഡുകൾ പ്രിന്റ് ചെയ്ത് നമുക്ക് ആ ഒരു പാക്കറ്റ് മേലെ ഒട്ടിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന പ്രൊഫഷണലി ചെയ്യുന്ന ഒരു മെഷീനാണിത് അല്ലേ? അടുത്ത വില എത്രയാണ്? അടുത്ത കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള മെഷീൻസിന് ഇതെന്ന് പറഞ്ഞാൽ ഒരു സെമി ഇൻഡസ്ട്രിയൽ ടൈപ്പാണ്. സെമി ഇൻഡസ്ട്രിയൽ ടൈപ്പാണ്. ഒരു ഡെയിലി ഒരു 5,000 ലേബിൾസ് ഒക്കെ പ്രിന്റ് ചെയ്യുന്നത്. 5,000 ലേബിൾ നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെല്ലാം നമുക്ക് കുറച്ചും കൂടി വലിയ ഒരു ഇൻഡസ്ട്രിയൽ ടൈപ്പ് ആണെന്ന് വെച്ചാൽ ഒരു വലിയ ടൈപ്പ് മെഷീൻസ് ഉണ്ട്. വലുതൊക്കെ ഉണ്ട് അല്ലേ? ഒരു 70,000 പ്ലസ് ടാക്സ്, 70,000 പ്ലസ് ടാക്സ് വരും. നമ്മൾ തയ്യൽ മെഷീനെ കുറിച്ചുള്ള സ്റ്റാളിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത് കേട്ടോ. ഇൻഡസ്ട്രിയൽ സൂയിങ് മെഷീൻസ് എന്ന് പറയും. ഇൻഡസ്ട്രിയൽ ആയിട്ട് നമ്മൾ തയ്യലും കാര്യങ്ങളും അതുപോലെ എംബ്രോയിഡറി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മെഷീൻസാണ്. ജൂക്കി എന്ന് പറയുന്ന, ജൂക്കി ഉണ്ട്, ജിൻ ഉണ്ട്, പല ബ്രാൻഡ് ഉണ്ട്. ചേച്ചി എന്താണ് സംഭവം? എന്താണ് ഇത്? ഇൻഡസ്ട്രിയൽ സീയിങ് മെഷീൻസ് നമ്മൾ ഇമ്പോർട്ടന്റ് മെഷീൻസാണ്. ഇത് തയ്യൽ യൂണിറ്റിലും പിന്നെ തയ്യൽക്കാരെല്ലാം ഇപ്പൊ ഇതിലാണ് തയ്ക്കുന്നത് അല്ലേ? അപ്പൊ നിങ്ങളുടെ കയ്യിൽ എത്ര ബ്രാൻഡ് ഉണ്ട്? നിങ്ങളുടെ കയ്യിൽ 3 ബ്രാൻഡ് ഉണ്ട്. അതിന്റെ 3 ബ്രാൻഡിന്റെ വില എങ്ങനെ? ജൂക്കിയുടെ വില എങ്ങനെയാണ്? ജുക്കി ഉണ്ട്, ജാക്ക് ഉണ്ട്, പിന്നെ ജുക്കിയുടെ തന്നെ ജിൻ എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. ജുക്കിക്ക് 29,000 രൂപ വരും മോഡലിന്. അത് അതിന്റെ തന്നെ ജിന്നിന്റെ ആണെങ്കിൽ 23,500. ജിന്നിന്റെ ആണെങ്കിൽ 23,500 വരും. ജാക്കും 23,500. ഓക്കെ. ആ കാണുന്ന മെഷീൻ അതെന്താണ്? ജിന്നിന്റെ ഓവർലോക്ക് ആണ്. ഓവർലോക്ക് മെഷീൻ അല്ലേ? അപ്പൊ അതുകൊണ്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും? അത് നമ്മൾ ഈ ബനിയന്റെ ഒക്കെ അടിയിലൊക്കെ ലോക്ക് ചെയ്യും. പിന്നെ ചുരിദാറൊക്കെ തയ്ക്കുമ്പോൾ അതിനൊക്കെ ലോക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫൈൻ. അപ്പോൾ ഒരു യൂണിറ്റിന് ആവശ്യമുള്ള എല്ലാ മെഷീനും നമ്മുടെ അടുത്ത്. അതായത് തയ്യൽക്കട തുടങ്ങാനായിട്ട് താല്പര്യമുള്ള ആളുകൾക്ക്, പ്രൊഫഷണൽ തയ്യൽക്കടയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാത്തരം മെഷീൻസും നിങ്ങളുടെ കയ്യിലുണ്ട് അല്ലേ? ഇവരപ്പോൾ ഏകദേശം 3ഓളം സ്റ്റാളുകൾ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കാരണമാണ് നമ്മൾ ഇവരുടെ അടുത്ത് നമ്മൾ ചെന്നത്. കണ്ട, അത് ഈ പറയുന്ന പോലെ നേരത്തെ കണ്ട ജാക്കിൻ്റെ തന്നെ പല വിഭാഗത്തിൽപ്പെട്ട മെഷീൻസ് ഉണ്ട് അല്ലേ? ഗ്രേഡ് കൂടിയ മെഷീൻസും ഈ കാണുന്ന അല്ലേ? എങ്ങനെയാണ് ഈ കാണുന്ന മെഷീൻ എത്രയാണ് വില? ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു മെഷീന് ഇത് H2 എന്ന് പറഞ്ഞുള്ള മോഡൽ. H2 എന്ന് പറയുന്ന മോഡലാണ്. 40,500 രൂപയാണ് ആ ഒരു മെഷീന്റെ വില കേട്ടോ. ഇത് അപ്പോൾസറി ഒക്കെ അടിക്കാൻ അപ്പോൾസറി ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആർക്കെങ്കിലും ഈ പറയുന്ന പോലെ തയ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടെങ്കിൽ ഇവരെ വിളിക്കാം. ഉത്രം സൂയിങ് സിസ്റ്റം, പോണേക്കര റോഡ്, എടപ്പള്ളി അല്ലേ? സോഫ അതിനെല്ലാം ഉള്ള മെഷീൻ എല്ലാം നമ്മുടെ അടുത്തുണ്ടാവും അല്ലേ? ഓക്കെ ഫൈൻ. അത് മാത്രമല്ല തയ്യൽ മെഷീൻ വെക്കാൻ വേണ്ടിയുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള സ്റ്റാൻഡ് വരെ ഇവരുടെ കയ്യിലുണ്ട് കേട്ടോ. അതായത് ഞാൻ സിമ്പിളായിട്ട് നമ്മൾ ആ സ്റ്റാൻഡ് ഇവിടെ നിന്ന് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് വേറെ സ്കെയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. കണ്ടോ, ഇൻക്ലൂഡിങ് സ്കെയിലാണ് വെച്ചിട്ടുള്ളത്. മീറ്റർ കണക്കിന് തുണി അളന്നെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, പ്രൊഫഷണൽ സ്റ്റാൻഡാണ്. ചവിട്ടാനുള്ള പെഡൽ, ആക്സിലേറ്റർ ഉൾപ്പെടെ എല്ലാം. അപ്പോൾ എനിവേ ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ ആഡ് ചെയ്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ.
ഫ്രണ്ട്സ്, അപ്പോൾ ഈ പറയുന്ന പോലെ ഈ ഒരു എക്സ്പോ കാണാൻ വന്ന ഒരു മാമാണിത്. മാം, വാട്ട് ഇസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദിസ് എക്സ്പോ? അല്ല, ഈ എക്സ്പോ ഇത് വളരെയധികം യൂസ്ഫുള്ളാണ്. ഇത് MSME, പ്രധാനമായിട്ടും മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ് ഇൻഡസ്ട്രീസിനെ, പൂർണ്ണമായ ഇൻഡസ്ട്രീസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ മേക്ക് ഇൻ ഇന്ത്യ, മേക്ക് ഫോർ ദ വേൾഡ് എന്നുള്ള ആ കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ഒരു എക്സ്പോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ധാരാളം ആളുകൾ, ധാരാളം ഓൺട്രപ്രണേഴ്സ്, ധാരാളം മാനുഫാക്ചേഴ്സ് കടന്നു വരുന്ന ഒരു കാലമാണിത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഈ മെഷീനുകൾ കാണുവാൻ, അത് വാങ്ങുവാൻ വലിയൊരു അവസരമാണ്. ഒപ്പം ഇവിടെ കാണാൻ വരുന്നവർക്കും ഇതിൻ്റെ ഒരു മാനുഫാക്ചറിങ്ങിനെ കുറിച്ച്, ഇതിൻ്റെ അവസരങ്ങളെക്കുറിച്ച് ഒരു വലിയൊരു ഐഡിയ നമുക്ക് കിട്ടും. വളരെ അപ്രീഷ്യബിൾ ആണ് ഇങ്ങനെ ഒരു എക്സ്പോ. Thank you so much for this valuable feedback. Your good name, ma'am? I'm Sajini. അപ്പോൾ what are you doing? ഞാനൊരു ഓൺട്രപ്രണർ ആണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റാളിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബ്രോ, എന്താണ് സംഭവം? എന്താണിത്? ഇത് നമ്മുടെയൊക്കെ നാട്ടും പുറത്ത് നിങ്ങൾ കണ്ടുവന്ന ഫ്ലവർ മില്ലുകൾ ഉണ്ടാവും. എല്ലാവരും ഓരോ പ്രാവശ്യങ്ങളും അവിടെ പോയി അരി പൊടിപ്പിക്കുന്ന സ്ഥലങ്ങൾ, വറക്കണ മിഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അരിപ്പൊടി വറക്കാനൊക്കെ. അപ്പൊ ഇത് നമ്മുടെ 2022 ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് വറക്കണ മെഷീനാണ്. ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള അരി വറക്കുന്ന മെഷീൻ അല്ലേ? ഓക്കെ. അപ്പൊ ഇതിന്റെ വില എങ്ങനെയാണ് വരുന്നത്? ഇതിന് നിങ്ങൾക്ക് വില വരുന്നത് 1 ലക്ഷം രൂപയാണ് ഇതിന്റെ വില വരുന്നത്. 1 ലക്ഷം രൂപയാണ് വില വരുന്നത്. ഓക്കെ. അപ്പോൾ ഈ പറയുന്ന പോലെ ഇതിൻ്റെ ഈ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നാൽ തിരിച്ചു പിടിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് റോസ്റ്റിങ്ങിനൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് വിവിധ തരം, ഇപ്പൊ അപ്പം പൊടി, സ്റ്റീം പുട്ടുപൊടി, അതുപോലെ തന്നെ നിങ്ങൾക്ക് ജാം, സോസ്, പിക്കിള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വെസലിൽ സെറ്റ് ചെയ്യാം. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ പറ്റും. എത്ര ഡിഗ്രി ആണോ നിങ്ങൾക്ക് വേണ്ടത് ആ ടെമ്പറേച്ചറിൽ സെറ്റ് ചെയ്യാം. പിന്നെ പുറത്തേക്ക് ചൂടുണ്ടാവില്ല ഈ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് 1.5 രൂപയാണ് 1 കിലോമ ചെലവ് വരുന്നത്. 1 കിലോ വറക്കാനായിട്ട് 1.5 രൂപ ചെലവാണ് വരുന്നത്. ഗ്യാസിൽ ഇപ്പൊ വറക്കണ ഓരോ വ്യക്തിയും 5 രൂപ ചെലവിട്ടിട്ടാണ് വറക്കുന്നത്. ഇനി അടുത്ത നമ്മൾ ബേക്കറി, സ്വന്തമായിട്ട് ബേക്കറി പലഹാരങ്ങൾ ഉണ്ടാക്കി വിൽപ്പന നടത്താൻ താല്പര്യമുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി ഉപകാരപ്രദമായിട്ടുള്ള സ്റ്റാളിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഏറ്റവും ആദ്യം എനിക്ക് പരിചയപ്പെടുത്തി തരാനുള്ളത് ഗ്യാസിൽ പ്രവർത്തിക്കുന്ന ഓവനാണ് കേട്ടോ. ഈ കാണുന്നത് നമുക്ക് ഗ്യാസിൽ പ്രവർത്തിക്കുന്ന ഓവൻ അല്ലേ കേട്ടോ? ഗ്യാസ് ഓവനാണ്. ഇതിൽ പവർ അതാണ്. ഇത് മേളിൽ ടോപ്പിൽ ഒരു ബർണർ ഉണ്ട്. ഓൺ ആക്കണമെങ്കിൽ നമ്മൾ ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ ടോപ്പ് ബർണർ ടോപ്പിലെ ഡിഗ്രി ടെമ്പറേച്ചർ കാണിക്കും. മാനുവലായിട്ടുള്ളത്. അതേപോലെ താഴത്തെ വേണമെങ്കിൽ താഴത്തെ, ബോട്ടമും താഴത്തും പൊക്കത്തും ഒക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും അല്ലേ? ഓക്കെ. ഇറ്റാലിയ എന്ന് പറയുന്ന കമ്പനിയുടെയാണ് അല്ലേ? ഇത് ഫോറിൻ കമ്പനിയാണോ? അതെ, തൈവാൻ പ്രൊഡക്റ്റ് ആണ്. തൈവാന്റെ പ്രൊഡക്റ്റ് ആണ് അല്ലേ? ഓക്കെ. ടൈമറും ഉണ്ട്. ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ഇവിടെ ഉണ്ടെന്ന് അല്ലേ? അതായത് പപ്സ് ഉണ്ടാക്കാം, ബ്രെഡ് ഉണ്ടാക്കാം, അതുപോലെ ബണ്ണ് ഉണ്ടാക്കാം, കുക്കീസ് ഉണ്ടാക്കാം, കേക്ക് ഉണ്ടാക്കാം. ഓക്കെ. അപ്പൊ ഇത് ഒറ്റ ഒരു സെറ്റ് യൂണിറ്റ് ആണ് അല്ലേ? 2 ഇത് ഉണ്ട് നമുക്ക്. അപ്പൊ ഇത് ജസ്റ്റ് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇതിന്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ കണ്ടോ? ഈ കാണുന്നതാണ് പ്രൊഫഷണലി, നമ്മൾ ഈ പറയുന്ന പോലെ ബേക്കറിയിലൊക്കെ പ്രൊഫഷണലി കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഓവനാണിത്. ഇതിന്റെ വില എങ്ങനെയാണ് വരുന്നത്? 1,60,000 പ്ലസ് GST വരും. 1,65,000 രൂപ പ്ലസ് GST ആണ് നിങ്ങൾക്ക് വരുന്നത് അല്ലേ? ഇതിന്റെ ചെറിയ മോഡലുകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഹാഫ് ഉണ്ട്. ഹാഫിന് എത്ര വരും? 95 പ്ലസ് GST വരും. 95,000 രൂപ പ്ലസ് GST വരും. അപ്പോൾ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന ഗ്യാസ് ഓവനുകൾ ഉണ്ടാവോ? അതെ, വീട്ടിലേക്ക് ഉപയോഗിക്കാനാണ് ഇതിന്റെ ഹാഫ് വരുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെ, ഗ്യാസ് ഓവനുകൾ പരിചയപ്പെടുത്താനായിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഗ്യാസ് ഓവനുകളും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇവരൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളുടെ കമ്പനിയുടെ പേരെന്താണ്? സഹ്യ ട്രേഡിംഗ് കമ്പനി അല്ലേ? ഓക്കെ, ഫൈൻ. എവിടെയാണ് ബേസ് ചെയ്തേക്കുന്നത്? എവിടെയാണ്? ദേശത്ത് കുന്നുംപുറം എന്ന സ്ഥലം ആണല്ലേ? ഓക്കെ, ഫൈൻ. അപ്പോൾ ഇത് എന്താണ് സംഭവം? കേക്ക് അടിക്കുന്ന മെഷീനാണ്. കേക്കിൽ നമ്മൾ മാവ് കുഴക്കുന്ന മെഷീൻ അല്ലേ? നമ്മൾ കറക്കി കൊടുക്കണോ ഇത്? അല്ലല്ല, ഇത് ഓട്ടോമാറ്റിക്കലി ഓൺ ആയി കഴിഞ്ഞാൽ അത് കറങ്ങിക്കോളൂ അല്ലേ? ഓക്കെ, ഫൈൻ. അപ്പോൾ ബേക്കറിയിലൊക്കെ കേക്ക് ഉണ്ടാക്കുന്ന ഇതിലാണ് അല്ലേ? അപ്പോൾ ഇതും അത് കേക്ക് ഉണ്ടാക്കുന്ന തന്നെയാണ്, മാവ് കുഴക്കുന്ന മെഷീൻ അല്ലേ? അപ്പോൾ ഇപ്പം ഇത്രയും കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാനുള്ളൊരു കോൺഫിഡൻസ് ആയില്ലേ? അപ്പോൾ അടുത്ത സംഭവങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ കാണുന്നത് വാട്ടർ ഡിസ്പെൻസർ ആണെന്നാണ് എൻ്റെ വിശ്വാസം. പല രീതിയിലുള്ള വാട്ടർ ഡിസ്പെൻസർ. അപ്പോൾ ഈ സ്റ്റാളിലെ ആൾക്കാരോട് ഇത് എന്തൊക്കെയാണെന്നുള്ള സംഭവം നമുക്ക് ചോദിക്കാം. ചേട്ടാ, എന്താണ് സംഭവം? പ്യൂരിഫയർ ആണ്. വാട്ടർ പ്യൂരിഫയർ ആണ്. നമ്മുടെ കമ്പനിയുടെ പേര് കോൺവേ വാട്ടർ പ്യൂരിഫയർ പ്രൈവറ്റ് ലിമിറ്റഡ്. കോൺവേ അല്ലേ? ഓക്കെ, ഫൈൻ. ഇന്ത്യയിലെ ഫസ്റ്റ് കസ്റ്റമൈസ്ഡ് വാട്ടർ പ്യൂരിഫയർ ആണ്. ഓക്കെ, ഫൈൻ. വാട്ടർ പ്യൂരിഫയർ, കൂളർ ആൻഡ് ഡിസ്പെൻസർ. ഓക്കെ. അതായത് ഓരോ ആളുകളുടെയും ആവശ്യത്തിനനുസരിച്ച് ഇവർ കസ്റ്റമൈസ് ചെയ്ത് വാട്ടർ പ്യൂരിഫയർ പണിത് കൊടുക്കുക
എന്നാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചത് അല്ലേ? നമുക്ക് ഓക്കെ. നോർമൽ ഹോട്ട് കോൾഡ് കോൾഡ് പ്യൂരിഫയർ ഡിസ്പെൻസർ ബോട്ടിൽ വാട്ടർ ഡിസ്പെൻസർ. ഓക്കെ. എന്ത് വില വരും നമുക്ക്? എങ്ങനെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്രയാണ്? 16,000 മുതൽ 1 ലക്ഷം വരെ ഉണ്ട്. 16,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ ഉണ്ട്. സർവീസ് ഓൾ ഓവർ ഇന്ത്യ അവൈലബിൾ ആണ് അല്ലേ? കേരളം ഉദ്ദേശിക്കുകയാണെങ്കിൽ കേരളത്തിൽ VSSC ഇല്ലേ, വിക്രം സാരാഭായ് സ്പേസ് 400 മെഷീൻ സപ്ലൈ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഇന്ത്യയിൽ ഇരിക്കുന്ന 14 ഇന്റർനാഷണൽ എയർപോർട്ട് നമ്മളെ സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ 14,000 രൂപയുടെ മെഷീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് അല്ലേ സ്റ്റാർട്ടിംഗ്? ടോപ്പ് ഇതാണ് അങ്ങനത്തെ ആ കാണുന്ന അല്ലേ വാൾ മൗണ്ടിങ് മെഷീൻസ് ആണോ ആ ഒരു ഇതിൽ വരുന്നത്. അപ്പോൾ ഓരോ കമ്പനിയുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളായിട്ട് അസോസിയേറ്റ് ചെയ്ത് ആർക്കെങ്കിലും ഒരു ഫ്രാഞ്ചൈസി തുടങ്ങാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ട സൗകര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കും. ഓക്കെ. അപ്പോൾ ഈ ഒരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ, അതായത് വാട്ടർ ഫിൽറ്റേഴ്സിന്റെ ഒക്കെ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഈ ഒരു മോഡൽ എന്താ വെച്ചാൽ റെസിഡൻഷ്യൽ മോഡലാണ്. വീട്ടിൽ പിടിപ്പിക്കുന്ന മോഡലാണ് അല്ലേ? ഫസ്റ്റ് സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ പ്യൂരിഫയർ ആണ് ഇത്. ഓക്കെ. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ പ്യൂരിഫയർ ആണ്. പ്ലാസ്റ്റിക് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. വിത്ത് നോർമൽ ഹോട്ട് രണ്ട് പ്രൊവിഷൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും കോൺവെയുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. അത് നമ്മൾ മെസ്കോൺ ബോട്ടിൽ ഫില്ലിംഗ് അല്ലേ? അതാണ് നിങ്ങളുടെ കമ്പനിയുടെ പേര്, മെസ്കോൺ എന്നാണ്. ഞങ്ങൾ എല്ലാ പ്രോഡക്റ്റും പാക്ക് ചെയ്യുന്ന മെഷീൻസ് ആണ്. ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന കുറച്ച് മെഷീൻസ് മാത്രമേ ഉള്ളൂ. ഓഹോ. ഇത് പൗഡർ പാക്കിംഗ് മെഷീനാണ്. പൗഡർ പാക്ക് ചെയ്യുന്ന മെഷീൻ അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് ഓയിൽ ഫില്ലിംഗ് മെഷീൻ. ഓയിൽ ഫില്ല് ചെയ്യുന്ന മെഷീൻ. അപ്പോൾ എന്ത് കോസ്റ്റ് വരും ഈ ഓയിൽ ഫില്ലിംഗ് മെഷീൻ? 1,40,000 1,40,000 രൂപ ടാക്സ് ആണ് വരുന്നത്. അപ്പോൾ ഇത് വളരെ വ്യത്യസ്തമായ മെഷീൻ. ബോട്ടിലിന്റെ മേലെ ഫില്ല് ചെയ്യുന്ന ബോട്ടിലിന്റെ മേലെ സ്റ്റിക്കർ വേണമല്ലോ. ആ സ്റ്റിക്കറാണ്, ഇത് പ്രീ പ്രിന്റഡ് സ്റ്റിക്കറാണ്. കസ്റ്റമർ ചെയ്യുന്ന കാര്യമാണ്. ഞങ്ങൾ മെഷീൻ മാത്രമേ വെക്കുന്നുള്ളൂ. ആ ബോട്ടിൽ മാനുവലി ഇവിടെ വെക്കും. ഫ്ലാറ്റ് സർഫേസ് ആയിരിക്കണം. ക്ലോസ് ചെയ്ത ഉടനെ ഒരു സ്റ്റിക്കർ വന്നാൽ റോൾ ചെയ്യും. അതായത് നമ്മൾ ഈ പാക്കറ്റഡ് ഡ്രിങ്കിങ് വാട്ടറിന്റെ ഒക്കെ പുറത്ത് നമ്മൾ ഈ പറയുന്ന ബ്രാൻഡിങ് ചെയ്യുന്ന സംഭവമാണ്. ഓക്കെ ഫൈൻ. അപ്പോൾ ഈ മെഷീൻ എന്താണ് വില? എത്രയാണ്? 1,05,000 ടാക്സ്. 1,05,000 രൂപയും ടാക്സും ആണ് ഈ മെഷീന്റെ വില. ഓക്കെ ഫൈൻ. അപ്പോൾ ഇനി അടുത്ത മെഷീൻ ഏതാണ്? ഇതൊരു ടേബിൾ ടോപ്പ് ലിക്വിഡ് ഫില്ലിംഗ് മെഷീൻ ആണ്. ടേബിൾ ടോപ്പ് ലിക്വിഡ് ഫില്ലിംഗ് മെഷീൻ അല്ലേ? ഓക്കെ. അപ്പോൾ അതിന്റെ പ്രത്യേകത എന്താണ്? ഈ നമുക്ക് ഓപ്ഷൻസ് ആണ്. ജാറിലേക്ക് ഡിപ്പ് ചെയ്ത് വെക്കുന്നത്. ഫ്രീ ഫ്ലോ ലിക്വിഡ്സ് എന്തും ചെയ്യാം. ഓക്കെ. 2 ബോട്ടിൽ നമുക്ക് ഇതിനെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെയാണ് വെക്കുക. ഈ പെഡൽ കാലിലായിരിക്കും. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 2 ബോട്ടിൽ ഫിൽ ആവും ഓട്ടോമാറ്റിക്കായിട്ട്. ഓക്കെ. അത് തന്നെ വോളിയം വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന അതേ വോളിയത്തിൽ ഫിൽ ആവും. അപ്പോൾ പെഡൽ നമ്മൾ ഒരൊറ്റ പ്രസിംഗ് മാത്രമേ വേണ്ടൂ. ഓക്കെ. അപ്പോൾ ഇതിന് എങ്ങനെയാണ് വില? എങ്ങനെയാണ്? 20,000 രൂപ ടാക്സ് ഉള്ളൂ കേട്ടോ. സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് വേണ്ടി മാത്രമുള്ള സാധനമാണ്. ഒരു വോളിയം ഇതിന് വേണ്ടിയിട്ടുള്ളതല്ല. ഓക്കെ ഫൈൻ. ഒരു ദിവസം 100-100 ബോട്ടിലൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ആൾക്കാരുണ്ട്. സാനിറ്റൈസർ അത്തരം സാധനങ്ങൾക്ക് വേണ്ടി. ഓ, അപ്പൊ സാനിറ്റൈസർ ഒക്കെ ഉണ്ടാക്കി വിൽക്കുന്ന ആളുകൾക്ക് അത് ഉപകാരപ്രദമാണ്. ഇപ്പൊ അടുത്തത് ഏതാണ്? ഇതെന്താണ്? പ്രോഡക്റ്റിന്റെ മേലെ MRP, എക്സ്പയറി ഡേറ്റ് ഇത്തരം സാധനങ്ങൾ പ്രിന്റ് ചെയ്യുന്ന മെഷീനാണ്. ഓക്കെ ഫൈൻ. അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഫസ്റ്റ് കൗണ്ടറിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് സാർ ഈ മെഷീൻ? എന്ത് മെഷീനാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്? എൻ്റെ പേര് സണ്ണി എന്നാണ്. ഓക്കെ. നമ്മുടെ കമ്പനി നെയിം ഏഷ്യൻ പാക്കിംഗ് മിഷനറി പ്രൈവറ്റ് ലിമിറ്റഡ്. എൻ്റെ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് ഫരീദാബാദാണ്. ഫരീദാബാദ്. എന്ത് തരം മെഷീൻസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്? പാക്ക് ചെയ്യുന്ന എല്ലാ തരം മെഷീൻ, അതായത് പ്ലാസ്റ്റിക് കവറിലേക്ക് പാക്കിംഗ് വരുന്ന എല്ലാ തരത്തിലുള്ള മെഷീനുകൾ കാണിക്കുന്നത് അല്ലേ? ആ മെഷീൻസ് ആണോ ഇതെല്ലാം? ആ മെഷീനറികളാണ് ഇവിടെ. 7 തരം മെഷീൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. 7 തരം മെഷീൻസ് നിങ്ങൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഈ കാണുന്ന മെഷീൻ നമ്മൾ ഈ പൊട്ടാറ്റോ ചിപ്സ്, ബനാന ചിപ്സ്, ടാപ്പിയോക്ക ചിപ്സ്, മിക്സർ, പൾസസ്, ഡ്രൈ നട്ട്സ്, റൈസ്, സോയ ചങ്ക്, ഇതൊക്കെ പാക്ക് ചെയ്യുന്ന മെഷീൻസ് ആണ്. ഫ്രീ ഫ്ലോ ഐറ്റം എല്ലാം നമുക്ക് ഈ കോളർ ടൈപ്പ് മൾട്ടിഗേഡ് വയർ മെഷീനിൽ പാക്ക് ചെയ്യാം. ആണല്ലേ? അപ്പൊ എന്ത് കോസ്റ്റ് വരും നമുക്ക് ഈ ഒരു മെഷീൻ? എന്ത് കോസ്റ്റ് വരും? ടോട്ടൽ സെറ്റ് 22 ലക്ഷം വരും. ഈ ഒരു വലിയ ഈ കാണുന്ന ഈ ഒരു മെഷീൻ ഇല്ലേ, നിങ്ങൾ ഈ കാണുന്ന വലിയ ഈ ഒരു മെഷീന്റെ ടോട്ടൽ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 22 ലക്ഷം രൂപയാണ്. അപ്പൊ നമ്മൾ ഈ കാണുന്ന ഈ ഒരു സ്ഥലത്ത് നമ്മളുടെ ഈ പറയുന്ന പോലെയുള്ള കായ് വറുത്തതോ അല്ലെങ്കിൽ ചിപ്സോ കാര്യങ്ങളോ ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ഈ ഒരു ഇതുവഴി നമ്മൾ ഇങ്ങനെ ഇത് സക്ക് ചെയ്ത് ഇതിലേക്ക് പോകും കേട്ടോ. അപ്പൊ ഇതൊക്കെ ഒരു പാക്കറ്റ് എന്നാണ് ഈ ഒരു കണക്ക് വരുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കൺവെയർ മുഖേന മുകളിലേക്ക് പോകും. മൾട്ടിഗേഡ് വയറിലെത്തും. ആ മൾട്ടിഗേഡ് വയറിൽ നിന്നാണ് കറക്റ്റ് ആക്യുറസി വെയിറ്റ് ചെയ്ത് പാക്കറ്റിലേക്ക് വരും അല്ലേ?
ഓക്കെ, അപ്പോൾ നമുക്ക് അതിന്റെ ഒരു ജസ്റ്റ് അതിന് 22 ലക്ഷം രൂപയുടെ മെഷീനാണ് കേട്ടോ. നമ്മളിവിടെയാണ് അതിന്റെ ഗ്രാമൊക്കെ സെറ്റ് ചെയ്യാം. നമുക്ക് ഈ മെഷീനിൽ 10 ഗ്രാം തൊട്ട് 1 kg വരെ പാക്ക് ചെയ്യാൻ പറ്റും. 10 ഗ്രാം തൊട്ട് 1 kg വരെ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ, സെറ്റ് ചെയ്യും. അവസാനം ആ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് ഇതിലേക്ക് വന്ന് വീഴും അല്ലേ? അപ്പൊ അവർ സെറ്റ് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ അവർ സെറ്റ് ചെയ്ത് സ്റ്റാർട്ട് കൊടുത്തു. മെറ്റീരിയൽ ഇല്ല. ഇപ്പൊ ഇനി പാക്ക് ചെയ്ത് ഇങ്ങനെ ഇതിൽ മെറ്റീരിയൽ ഫില്ല് ചെയ്ത് പാക്ക് ചെയ്ത് വരും അല്ലേ? ഈ കണ്ടോ, ആ കറക്റ്റ് മെറ്റീരിയൽ ഫില്ല് ചെയ്ത് പാക്ക് ചെയ്ത് ഇതേപോലെയുള്ള പാക്കറ്റിൽ നല്ല ചൂടായിട്ട് നമ്മുടെ സാധനങ്ങൾ വരും കേട്ടോ. അപ്പോൾ ആ മെഷീൻ്റെ ആ ഒരു ഇന്റീരിയറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിന് 22 ലക്ഷം രൂപയാണ് നമുക്ക് വില വരുന്നത്. ഇത് ടോട്ടൽ സെറ്റാണ്. ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോഡി മെഷീനാണ്. ഓക്കെ, അപ്പോൾ ഇത് കമ്പനികൾക്കും ഇതുപോലെയുള്ള ചിപ്സ് ഒക്കെ ഉണ്ടാക്കുന്ന പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾക്ക് അതേപോലെ തന്നെ ഈ ഹൈപ്പർ മാർക്കറ്റുകൾ അവർക്ക് ഈ പരിപ്പ്, കടല, പയറ്, ചെറുപയർ, ഈ ഷുഗർ, കടുക്, ഉലുവ, ജീരകം, പെരിഞ്ചി എന്നീ പ്രൊഡക്റ്റുകളൊക്കെ ഹൈപ്പർ മാർക്കറ്റുകൾക്ക് പാക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു മെഷീനാണ് ഈ മെഷീൻ. ഇപ്പൊ നമുക്ക് ഈ ഒരു ഇതിപ്പോ വെള്ള പാക്കറ്റ് അല്ലേ? ഈ വെള്ള പാക്കറ്റിന് വരെ നമുക്ക് കളർ അവരുടെ ലോഗോ പിന്നെ കാര്യങ്ങൾ അങ്ങനെയാണ് സാധാരണ ചെയ്യുക. ഓക്കെ, ഇതിപ്പോ എക്സ്പോയിൽ ട്രയൽ അടിക്കാൻ നമ്മൾ ഈ പ്ലെയിൻ കവർ ചെയ്തേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത മോഡൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം കേട്ടോ. അടുത്ത മോഡൽ എന്ന് പറയുന്നത് നമുക്ക് അപ്പപ്പൊടി അല്ലേ? അപ്പം പൊടിക്കുന്ന മെഷീനോ? അതെന്താണത് സംഭവം? ഇത് ഈ മെഷീന്റെ പേര് കോളർ ടൈപ്പ് സർവോ ബാഗർ വിത്ത് സർവോ ഓഗർ ഫില്ലർ മെഷീൻ. എന്താണ് കോസ്റ്റ്, വില എന്താണ്? സർവോ ഓഗർ ഫില്ലർ മെഷീൻ എന്ന് പറഞ്ഞാൽ പൗഡർ പാക്കിംഗ്. നമുക്ക് അപ്പപ്പൊടി, പത്തിരിപ്പൊടി, ആട്ടപ്പൊടി, മൈദപ്പൊടി, കറി പൗഡർ, മസാലപ്പൊടി, ഇനി സ്റ്റീം പൊട്ടുപൊടി, സ്റ്റീം വീറ്റ് പുട്ടുപൊടി, സൂചി, റവ, ഇതൊക്കെ ഈ മെഷീനിൽ നമുക്ക് പാക്ക് ചെയ്യാം. അടിപൊളി. അപ്പോൾ ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള മെഷീൻ്റെ വില എത്രയാണ്? ഇത് 12 ലക്ഷം രൂപയാണ് ഈ മെഷീൻ്റെ. ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോഡിയാണ്. അതുപോലെ തന്നെ ഫുൾ ടച്ച് കൺട്രോൾ സിസ്റ്റമാണ്. അതുപോലെ നല്ല ഈവൻ ആയിട്ടുള്ള പാക്കിംഗ് ആണ്. ഇതിലും നമുക്ക് ഈ പറയുന്ന പോലെ ഏറ്റവും നിസ്സാരം എത്ര ഇതിൽ തുടങ്ങി നമുക്ക് പാക്ക് ചെയ്യാൻ സാധിക്കും? ഒന്നില്ലെങ്കിൽ 10 ഗ്രാം തൊട്ട് ഒരു 500 ഗ്രാം വരെ. 10 ഗ്രാം തൊട്ട് 500 ഗ്രാം വരെ നമുക്ക് പാക്ക് ചെയ്യാൻ സാധിക്കും കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 2022 വ്യവസായ യന്ത്ര പ്രദർശനം, അതായത് മെഷീനറി എക്സ്പോവിൻ്റെ കാഴ്ചകൾ. ഒരുപാട് സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ അകത്തുണ്ടായിരുന്നു. പക്ഷേ മാക്സിമം നമ്മളെ കൊണ്ട് ഇത്രയും സാധിച്ചുള്ളൂ കവർ ചെയ്യാനായിട്ട്. വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു എക്സ്പോ ആയിരുന്നു കേട്ടോ. അതായത് ഒരു സ്വന്തമായിട്ടൊരു ബിസിനസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് താല്പര്യമുള്ള ആളുകൾക്ക് നല്ലൊരു ഐഡിയ ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിലുള്ള കാഴ്ചകളും സ്റ്റാളുകളൊക്കെ തന്നെയായിരുന്നു അതിൻ്റെ ഉള്ളിലുള്ളത്. ബഡ്ജറ്റായിട്ടുള്ള ഈ പറയുന്ന പോലെയുള്ള വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് യുവ സംരംഭകർക്ക് ഐഡിയ പകർന്നു കൊടുക്കുന്ന എന്താ പറയുക സിമ്പിളായിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ എന്നാൽ കഴിയുന്ന രീതിയിൽ എനിക്ക് നിങ്ങളിലേക്ക് അത് എത്തിക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റുള്ള ആളുകളും ഇതൊന്ന് കാണട്ടെ. അവർക്കും ഇതുപോലെ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു ഐഡിയകൾ അവരിലേക്കും എത്തിച്ച് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് ഞാൻ മൈൻഡപ്പ് ചെയ്യാണ്. ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് ഇനിയും വരും. അപ്പോൾ ഓക്കെ, ബൈ ബൈ.